ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ 1 കപ്പ് റൈസ് ഫ്ലോർ ഉണ്ടെങ്കിൽ ആർക്കും നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് പൊടി വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ പൊടിയൊന്ന് വാട്ടിയെടുക്കുക. അതിനുവേണ്ടി 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ആദ്യം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിത് തിളച്ചതിന് ശേഷം ഈ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓഫ് ചെയ്തതായിരുന്നു. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്നും കൂടെ ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പൊടിയാണ് ഇതിലേക്ക് എടുത്തത്. 1.25 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പൊടി കണക്കായിരിക്കും. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ടിത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുഴച്ചെടുക്കാം. ഒരുപാട് ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടുമല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് റെഡിയായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ടിത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ പത്തിരി പരത്തുന്ന പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പുമായിട്ടിട്ട് വലുതായിട്ട് പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്താലും മതി. അപ്പോൾ അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പത്തിരി പരത്തുന്ന പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. നമ്മളെ കയ്യിൽ പത്തിരി പരത്തുന്ന പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതിൽ പരത്തിയെടുക്കാം. അപ്പോൾ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ആദ്യം. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് ചൂടായിട്ടുണ്ടോയെന്ന് ഇതുപോലൊന്ന് ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പരത്തി വെച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്